കണ്ടില്ലേ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്ന കണ്ടില്ലേ? സൂപ്പറല്ല കാണാൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പുതിയൊരു ഡിഷുമായിട്ട് വന്നിരിക്കുകയാണ്, ദം ചിക്കൻ ബിരിയാണി. നമ്മുടെ ഇന്നത്തെ ഡിഷ് കേരള സ്റ്റൈൽ ദം ചിക്കൻ ബിരിയാണിയാണ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് നന്ദി. കഴിഞ്ഞ വീഡിയോ എൻ്റെ വൈഫിൻ്റെ ഡിഷായിരുന്നു. ഈ വീഡിയോയും എൻ്റെ വൈഫിൻ്റെ ഡിഷാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഡീറ്റെയിൽസ് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. നമുക്ക് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വ്യൂസ് കിട്ടിയ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ, പിടിയും കോഴിയും. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല വരുന്നത്, നമ്മുടെ ചാനലിൽ ട്രാവലുണ്ട്, ടെക്കുണ്ട്, ഫുഡ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം മിക്സ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ പുതിയ ലേറ്റസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മേ ബി സാറ്റർഡേ ഓർ സൺഡേ, കാരണം ബാക്കിയുള്ള ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകും, അതുകൊണ്ട് ശനി ഞായർ മാത്രമേ പുതിയ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. നിങ്ങളെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് നന്ദി. അപ്പോൾ 1.5 കിലോ ചിക്കനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ആദ്യമേ ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ വീട്ടിൽ അരച്ചുണ്ടാക്കിയത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി മുറിച്ച് നല്ലതുപോലെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അടുത്തത് ചിക്കൻ നല്ലതുപോലെ തിരുമണം, മസാലയൊക്കെ അതിൽ പിടിക്കണമെങ്കിൽ നല്ലതുപോലെ തിരുമ്മി ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്ക് വെച്ചാൽ മാത്രമേ ഉള്ളൂ ആ ഒരു മസാലയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ചിക്കൻ നല്ലതുപോലെ തിരുമ്മി, മസാലയൊക്കെ തിരുമ്മി ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ നേരത്തേക്ക് വെക്കുക. നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ ശരിക്കും തിരുമുക. അപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ റൈസിൻ്റെ പരിപാടി നോക്കാം. ആദ്യമേ ഇവിടെ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം 1/2 സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. പിന്നെ ഗ്രാമ്പു ഒരു 1/2 സ്പൂൺ ആഡ് ചെയ്യണം. പിന്നെ പട്ട ഒരു 3-4 പീസ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം തക്കോലം കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 3 ഏലക്ക നല്ലതുപോലെ ചതച്ച് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് എല്ലാം കൂടെ കൂട്ടി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മുടെ അരി വേവിച്ചെടുക്കാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കറക്റ്റ് അളവൊന്നും വേണ്ട, നമ്മുടെ അരി വേവിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് നമ്മൾ വാർത്താണ് ഇത് ബിരിയാണി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ അളവ് ഒന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ. പിന്നെ ആ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ, എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങത്തുള്ളൂ. അതിനുശേഷം തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ഈ അരി നമ്മൾ കംപ്ലീറ്റ് വേവിക്കുന്നില്ല കേട്ടോ, ഹാഫ് കുക്ക് ആയിരിക്കും ചെയ്യുന്നത്.
അത് കഴിഞ്ഞ് ബാക്കി ഹാഫ് നമ്മൾ ദം ചെയ്യുമ്പോഴായിരിക്കും ഇത് കുക്കാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന അരി തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അരിയെല്ലാം മൊത്തം ഇട്ടതിന് ശേഷം നമ്മളത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എങ്കിൽ നമ്മളിട്ട മസാലകളും എല്ലാം അതിലേക്ക് കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ. അതിനുശേഷം നമുക്കൊരു അര നാരങ്ങ പിഴിഞ്ഞ് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക, കാണുന്നത് പോലെ. നമ്മുടെ അരി ഒരു ഹാഫ് കുക്ക്ഡായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ് റെഡിയാക്കി വെക്കുക. ഇപ്പം നമ്മുടെ ആ മസാല എല്ലാം ആ റൈസിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പം ഈ റൈസാണ് നമ്മളിനി ദം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ റൈസിൽ വെള്ളം കൂടിപ്പോയി നിങ്ങളുടെ റൈസ് കുഴഞ്ഞു പോയി എന്ന് പറയുന്ന ഒരു പ്രശ്നം കംപ്ലീറ്റ്ലി ഒഴിവാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത് നമ്മൾ കുറച്ച് സബോള വറക്കാൻ വേണ്ടി സൺഫ്ലവർ ഓയിൽ എടുക്കുക. സബോള നമ്മൾ അരിഞ്ഞു വെച്ച സബോള എങ്ങനെയൊന്ന് തിരുമ്മി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ എണ്ണ ചൂടായോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ പീസ് എടുത്ത് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എണ്ണ ചൂടായോ ഇല്ലയെന്ന്. ഒരു ബ്രൗൺ ഗോൾഡൻ കളർ ആകുന്നതിന് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാം ഒരുപോലെ ഇളക്കിയാൽ മാത്രമേ ഉള്ളൂ എല്ലാത്തിനും ആ സെയിം കളർ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം ആകുമ്പോഴത്തേക്കും കുറച്ച് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കണം. കണ്ടില്ല, നമ്മുടെ സബോളയൊക്കെ ഇവിടെ റെഡിയായിട്ട് വറുത്ത് നല്ല സൂപ്പറായിട്ടിരിക്കുന്നത്. ഈ ഒരു കളർ വരുന്നിടം വരെ നിങ്ങൾ സബോള വറക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ബാക്കി വന്ന ഓയിലില്ലേ സബോള വറുത്ത, ആ ഓയിലിലേക്ക് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് നല്ലതുപോലെ ഇളക്കുക. ആ ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ച മണം പോകുന്നിടം വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മളിവിടെ ചിക്കന് വേണ്ടി 2 സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സബോള നമ്മൾ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് സബോളയുടെയൊക്കെ പച്ച മണം പോകുന്നതിന് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഗരം മസാല 1 സ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ ചിക്കൻ മസാല 1 സ്പൂൺ വേണം. അതിനുശേഷം കാശ്മീരി പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ 1 സ്പൂൺ ഉപ്പ്, നമ്മുടെ ടേസ്റ്റിന് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കന് വേണ്ടിയുള്ള മസാലയൊക്കെ ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടി നല്ല പുതിനയില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ആ മസാലയിലേക്ക് ഇട്ടിട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. സ്വല്പം കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ കേട്ടോ. പിന്നെ ഈ ചിക്കൻ ഒരു പകുതി മാത്രം കുക്കാവുന്നിടം വരെ നമുക്ക് അടുപ്പേ വെച്ചാൽ മതിയാവും. ബാക്കി ദം ചെയ്യുമ്പോൾ അത് റെഡിയായി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആകുമ്പോഴത്തേക്കും നമ്മൾ ബിരിയാണിക്ക് കൂടെ കഴിക്കാനുള്ള സാലഡ് റെഡിയാക്കാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ കുറച്ച് കുക്കുംബറും കുറച്ച് സവോളയും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള എടുത്ത് നമ്മളൊരു ബൗളിലിട്ട് ചെറുതായിട്ട് കുറച്ച് ഉപ്പിട്ട് തിരുമി റെഡിയാക്കി വെക്കുക. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുക്കുംബർ അതിലേക്ക് ഇട്ട് കൊടുക്കുക.
പിന്നെ 2 ചില്ലി ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടിയും കൂട്ടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് പുതിനയില അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുക. നമ്മുടെ സാലഡ് ഇതാ റെഡി. അടുത്ത് നമ്മുടെ ബിരിയാണിയുടെ മുകളിൽ ഇടാനുള്ള കാഷ്യൂനട്ടും കിസ്മിസും കുറച്ച് നെയ്യെടുത്ത് നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അടുത്ത് നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ ചിക്കൻ മുഴുവൻ താഴെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുന്നു. പിന്നീട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഈ കാണുന്നത് പോലെ നമ്മൾ റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മുടെ വീട്ടിലെ പഴയ പാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ദം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ കുക്കർ വെക്കേണ്ടത്. കുക്കർ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ക്ലോസ്ഡ് ആക്കി നമ്മുടെ സ്റ്റവിൽ വെക്കണം. ഇതാ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ദം തുറക്കുകയാണ്. കണ്ടില്ലേ, നല്ല രസമല്ല കാണാൻ, അടിപൊളിയല്ല കാണാൻ, നല്ല സൂപ്പറായിട്ട് വെന്തു റൈസൊക്കെ. നമ്മുടെ ബിരിയാണി നമ്മളൊരു ബേസിനിലേക്ക് ഇടുകയാണ്. കണ്ടില്ലേ, സൂപ്പറല്ലേ കാണാൻ. ഇതൊരു ബേസിനിലിട്ടിട്ട് നമ്മളിതെല്ലാം കൂടിയും കൂട്ടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് എല്ലാ മസാലയും എല്ലാം റൈസിൽ പിടിച്ച് അതിൻ്റേതായ ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ കാണുന്നത് പോലെ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. ഇത് മൊത്തം കഴിച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ തോന്നുന്നു ശരിക്കും പറയാം. നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മസാലയും ഈ രീതിയിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഞാനിത് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.